إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين هم في صلاتهم خاشعون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇരുലോകത്തും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരായ സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുതുബകളിലായി മരണമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്ന നിമിഷമാണ് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ. യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരും മരണം പുൽകേണ്ടവരാണ്. മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും പ്രവാചകന്റെ ഹദീസുകളിലുമുള്ള തസ്കിയത്തിൻ്റെ പാഠങ്ങൾ പങ്കുവച്ചതിന് ശേഷം കഴിഞ്ഞ ഖുതുബയിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണത്തിൽ സഹനം അവലംബിക്കുന്ന മാതാപിതാക്കൾക്ക് അനശ്വരമായ പരലോക ജീവിതത്തിലേക്ക് അതൊരു നിധിയും നിക്ഷേപവും പ്രതീക്ഷയുമായി ആ മക്കൾ മാറുമെന്ന ഹദീസുകളും നമ്മൾ ചർച്ചക്കെടുത്തു. ഇന്ന് അല്പസമയം മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ അഥവാ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ, നിരവധി കർമ്മങ്ങളും ബാധ്യതകളും ആ വിഷയത്തിലുണ്ട് എന്ന് പ്രാഥമികമായി പലപ്പോഴായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മിൽ നിന്ന് നമ്മുടെ സഹോദരൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളെല്ലാവരും സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളെല്ലാം സാഹോദര്യ ബോധത്തോടെ ജീവിക്കേണ്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾക്കിടക്ക്, ഇസ്ലാം മത വിശ്വാസികൾക്കിടക്ക് പ്രത്യേകമായ ചില കടമകളെ, ബാധ്യതകളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ 6 ബാധ്യതകളുണ്ട് എന്ന് അറിയിക്കുന്ന ഹദീസിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ സഹോദരനോട്, വിശ്വാസിയായിട്ടുള്ള തൻ്റെ സുഹൃത്തിനു വേണ്ടി താൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വെളിച്ചം നൽകുന്ന ചിന്ത അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുവാനും ജീവിക്കുന്ന സമയത്തും മരിച്ചതിന് ശേഷവും
പ്രമാണങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ ദീനീപരമായ കടപ്പാടുകൾ പൂർത്തിയാക്കുവാനും ശ്രദ്ധ കാണിക്കുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ട തൻ്റെ സഹോദരന് വേണ്ടി വളരെ പ്രധാനമായി നിർവഹിക്കുവാനുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ വിശ്വാസികൾ, നമ്മൾ മരണപ്പെട്ട് നമ്മുടെ കുടുംബത്തിലായിരുന്നാലും പുറത്തുള്ളവരായിരുന്നാലും വിശ്വാസികൾ മയ്യത്ത് സംസ്കരണവുമായി സജീവമായി സഹകരിക്കുകയും അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും നമ്മുടെ കൂടെ ജീവിച്ചവർ നമ്മിൽ നിന്ന് യാത്രയാകുമ്പോൾ അവസാന യാത്രയെ അതിൻ്റേതായ പാപരഹിതമായ രൂപത്തിൽ പരമാവധി ആക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടതാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കണം എന്നത്. പക്ഷേ പലപ്പോഴും മയ്യത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അവസരം കിട്ടിയിട്ടും അതിൽ അലസത കാണിക്കുന്ന ആളുകളുണ്ട്. ആരെങ്കിലുമൊക്കെ അത് നിർവഹിച്ചോളും, സാമൂഹ്യ ബാധ്യതയാണ്, ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഫർളു ഐൻ ഫർളു കിഫായ എന്ന കർമ്മശാസ്ത്ര മസ്അലയൊക്കെ പറഞ്ഞ് നമ്മൾ ആ വിഷയം ആ രൂപത്തിലൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും പരമാവധി മയ്യത്ത് സംസ്കരണ ചടങ്ങിലും മയ്യത്ത് നമസ്കാരത്തിലും ഭാഗവാക്കാകുകയും നമ്മുടെ കുടുംബത്തിലുള്ളവർ ആ വിഷയത്തിൽ ഉത്ബുദ്ധത കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നവരാണ്. പക്ഷേ ജീവിതം നമ്മുടേതോ നമ്മുടെ മക്കളുടേതോ ഏത് സമയത്ത് എവിടെ എങ്ങനെ വേർപെട്ടു പോകും, അവസാനിച്ചു പോകുമെന്ന് നമുക്ക് പറയാനും അറിയാനും സാധ്യമല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് അവസാനമായി നമുക്ക് ലഭിക്കേണ്ടത് ആത്മാർത്ഥമായ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരത്തിലൂടെ. പക്ഷേ പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ മക്കളെ തെരഞ്ഞു നടക്കുമ്പോൾ അതല്ലെങ്കിൽ സഹോദരങ്ങളെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് അവരങ്ങനെ ഒഴിഞ്ഞു മാറും. ഒരു പ്രത്യേക ബേജാറും ഒഴിവ് കഴിയുമൊക്കെ പറയുന്ന രീതി നമ്മൾ കണ്ടുവരികയാണ്. ഉണ്ടാകാൻ പാടില്ല. നമ്മളതിലൊക്കെ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. കുടുംബത്തിൽ നമ്മൾ പല ചർച്ചകളും നടത്തുമ്പോൾ മരിക്കാനുള്ളവരാണ് എന്ന് 2 ഖുതുബകളിലൂടെ മരണത്തിൻ്റെ ഭിന്ന മുഖങ്ങളെ സംബന്ധിച്ച് ഉദാഹരണ സഹിതം സംസാരിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരമായി മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ വാപ്പ മരിക്കാനുള്ളതാണ്, ഈ ഉമ്മ മരിക്കാനുള്ളതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ഈ സഹോദരൻ മരിച്ചാൽ, ഈ മകൾ മരിച്ചാൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിൽ ചർച്ചയുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാറുണ്ടായിരുന്നു, വസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി. ആയിഷ, എനിക്ക് മുമ്പെങ്ങാനും നീ മരിക്കുകയാണ് എങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൽ ചർച്ച നടത്തിയിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ ലിവിംഗ് റൂമിലേക്ക് കടന്ന് സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള അലമാറയിൽ ചില്ലിൽ നിന്ന് കഫൻ പുടവ കാണുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അല്ല, അതൊന്നുമല്ല, അതവിടെ അങ്ങനെ വെച്ചതാണ്. അതെന്തിനാണ്? എപ്പോഴായാലും മരിക്കാനുള്ളതാണല്ലോ. അപ്പം അതിങ്ങനെ കാണുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാകുമല്ലോ. ശരിയാണ്, അങ്ങനെയാണ്. അൽഹാക്കുമുത്തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദുനിയാവിൻ്റെ നശ്വരത മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇത്രയൊക്കെയോ ഉള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു സംസ്കരണമുണ്ട്, ഒരു തഖ്വയുണ്ട്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതിയുണ്ട്. അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കാനും ഒരുങ്ങുകയുമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു തഖ്വയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിൽ 4-ൽ 1 പറഞ്ഞത് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അവസാന യാത്രക്ക് വേണ്ടി ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുക. അവസാന യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ഒരുങ്ങി നിൽക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുക? ആരാണ് മയ്യത്തിന് ഇമാമ് നിൽക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് ശേഷക്രിയയായി ചെയ്യുക? അതിനുവേണ്ടി എൻ്റെ മക്കളെ ഞാൻ സജ്ജമാക്കിയിട്ടുണ്ടോ? വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വിവിധ ഡിഗ്രികളും പിജികളും ഡിപ്ലോമകളും ഭൗതികമായിട്ട് വിരാജിക്കാൻ കഴിയുന്ന വിവിധ കോഴ്സുകളും സൗകര്യ സംവിധാന സൗഭാഗ്യങ്ങളുമൊക്കെ അങ്ങേയറ്റം സമ്പത്ത് ചെലവഴിച്ച് അതേപോലെ തന്നെ എല്ലാം ത്യജിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്തിൻ്റെ സമീപത്തേക്ക് ഓടി വരാനും
അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭക്തിയായി നിർവഹിക്കാനും പറ്റുന്ന ദീനീ ബോധം, ആത്മീയ ബോധം നമ്മൾ മക്കൾക്ക് പകർന്നു കൊണ്ടിരിക്കണം. കുടുംബങ്ങളിലൊക്കെ അത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഏതൊരു വിശ്വാസിയുടേതായിരുന്നാലും അവരുടെ അവസാനത്തെ യാത്ര അത് പാപമോചനം ലഭിക്കുന്ന വിധത്തിൽ ആക്കി തീർക്കുക എന്നത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗം കൂടിയാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ മയ്യത്ത് നമസ്കരിക്കുന്ന ഉത്സാഹം കാണിക്കണം. കാരണം നമ്മുടെ കൂടെ ജീവിച്ചവർ പിരിയുകയാണ്. അവർക്ക് വേണ്ടി അവസാനമായി നിർവഹിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകണം. ന്യായമായ കാരണങ്ങളില്ല എങ്കിൽ നമ്മൾ എത്തിപ്പെടണം. കാരണം അത് മയ്യത്തിന് വലിയൊരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിം മരണപ്പെടുകയാണ്, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, 40 ആളുകൾ ആ ജനാസക്ക് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുകയാണ്, മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയാണ്. ആ 40 ആളുകൾക്ക് ഒരു വിശേഷണം കൂടിയുണ്ട്. ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത 40 ആളുകളാണ്. മുവഹിദുകളായ സുഹൃത്തുക്കൾ ഉണ്ടാകണം നമുക്ക്. ശിർക്ക് ചെയ്യാത്ത, അല്ലാഹുവിൽ ഒരു തരത്തിലും പങ്കു ചേർക്കാത്ത തൗഹീദിന്റെ ഉടമകളായവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കുവാനും, മരിച്ചു പിരിഞ്ഞാൽ എൻ്റെ മയ്യത്തിന്റെ സമീപത്തേക്ക് 40 അല്ല 400 ആളുകൾ തൗഹീദുള്ളവർ, നമസ്കരിക്കാൻ പാകത്തിലുള്ള ബന്ധം മരിക്കുന്നതിന് മുമ്പേയുള്ള ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അങ്ങനെ ആ 40 ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ളവർ നിർവഹിക്കുന്ന ആ മയ്യത്ത് നമസ്കാരത്തിലെ ശഫാഅത്ത് പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാവുന്നതാണ്. മറ്റൊരു ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ, ഒരു മയ്യത്തിന്റെ മേൽ ഒരു ഉമ്മത്ത് നമസ്കരിക്കുകയാണ്, മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ, യബ്ലഗൂന 100 ആളുകളായിട്ടുണ്ട്, കുല്ലുഹും യശ്ഫഊന ലഹു, ഈ 100 ആളുകളോളം ഈ മയ്യത്തിന് വേണ്ടിയിട്ട് ശഫാഅത്ത്, മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഇല്ലാ ശുഫിഉ ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിത് ലഭിക്കോ? 100 ആളുകളുണ്ടോ? ആയുഷ്കാലം ഇവിടെ ജീവിച്ച് മരിച്ചു പിരിയുമ്പോൾ ഒരു അനലൈസിങ് നടത്തുമ്പോൾ, പുനർവിചിന്തനം നടത്തുമ്പോൾ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ റബ്ബേ നിരവധി നന്മകൾ നിർവഹിച്ചിട്ടുണ്ട്, അതുവഴിക്ക് നിഷ്കളങ്കരായ നല്ല മനുഷ്യർ, ഇഖ്ലാസുള്ളവരുടെ പ്രാർത്ഥന മരിച്ചു കഴിഞ്ഞാലും കിട്ടാൻ പാകത്തിൽ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സമാശ്വാസം കൊള്ളാൻ, സംതൃപ്തി അടയാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? അൻ മാലിക് ബിൻ ഹുബൈറ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുഅ്മിനിൻ യമൂതു, വിശ്വാസികളിൽപ്പെട്ട ഒരു മുഅ്മിൻ മരിക്കുകയാണ്, ഫയുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ മയ്യത്ത് നമസ്കരിക്കുകയാണ്, ബലഗു, അവരുടെ അംഗബലം എത്തിയിട്ടുണ്ട്, അൻ യകൂനു സലാസത സുഫൂഫിൻ ഇല്ലാ ഗുഫിറ ലഹ്, 3 സൊഫുകൾ എത്തിയിട്ടുണ്ട് എന്ന്. നേരത്തെ പറഞ്ഞ കണക്കിനനുസരിച്ചൊക്കെ ആ രൂപത്തിലൊക്കെ ഒരു 3 സൊഫ് മയ്യത്ത് നമസ്കരിക്കാനുണ്ട് എങ്കിൽ ഗുഫിറ ലഹു, അവർക്ക് പാപങ്ങൾ, ആ മയ്യത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതിന്റെ കണ്ടീഷൻ കൂടി പാലിക്കും. അല്ലേ? അള്ളാഹു പാപങ്ങൾ പൊറുക്കാൻ പാകത്തിൽ തൗഹീദും അതേപോലെ തന്നെ പ്രവാചക ചര്യ അനുസരിച്ചുള്ള ജീവിതവും സദാചാര ബോധവും ധർമ്മനിഷ്ഠയും മരിക്കുന്നത് വരെ സൽക്കർമ്മങ്ങൾ നിർവഹിക്കലും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെയുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ബാക്കി മയ്യത്ത് നമസ്കരിക്കുന്നവർ ആ നമസ്കാരം ആത്മാർത്ഥമാക്കി തീർത്താൽ, അതിൽ മുവഹിദുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറയും പ്രകാരം എണ്ണം എത്തിക്കഴിഞ്ഞാൽ ശുപാർശ ലഭിക്കപ്പെടും, പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാ പറയുന്നത്. അല്ലേ? പക്ഷെ ഇന്നൊക്കെ മയ്യത്ത് നമസ്കാരവും അതിന്റെ ചടങ്ങുമൊക്കെ നടക്കുന്നത് കണ്ടാൽ അവിടെ പോയില്ലെങ്കിൽ എന്താ വിചാരിക്കുക? ഔപചാരികതയ്ക്ക് വേണ്ടിയാ. ഒരു കഥയാണെങ്കിലും സംഭവമാണെങ്കിലും പറയാറുണ്ടല്ലോ, കലക്ടറുടെ അമ്മ മരിച്ചു, എല്ലാവരും കൂടി ഒഴുകിയെത്തുക, രാഷ്ട്രീയക്കാരും പൗരപ്രമുഖരും അല്ലാത്തവരും അങ്ങനെ എത്തിയ സമയത്ത് അറിഞ്ഞത് അമ്മയല്ല മരിച്ചത്, കലക്ടറാണ് മരിച്ചത്. പിന്നെ വളരെ പെട്ടെന്ന് അവിടെ സ്ഥലം കാലിയായി എന്നാണ്. ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി. അല്ലേ? അപ്പൊ ഇങ്ങനെ എത്തി എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ല, എങ്ങനെയാ മയ്യത്ത് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാ ചടങ്ങിന് ചെല്ലേണ്ടത്, അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കണം? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ സല്ലൈതും അലൽ മയ്യിത്തി, നിങ്ങൾ ആരെങ്കിലും മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ് എങ്കിൽ ഫഅഖ്ലിസൂ ലഹു ദുആ,
ഫഅഖ്ലിസൂ ലഹു ദുആ. ഒരു ചടങ്ങ് തീർക്കലാക്കരുതേ, യാന്ത്രികതയാക്കി തീർക്കരുതേ, നിങ്ങൾ ഔപചാരികതയാക്കരുത്. ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുകയും മനസ്സ് അസ്ഥാനത്താക്കുകയും ആത്മാവ് നഷ്ടപ്പെട്ട നിറുത്തമാക്കി തീർക്കുകയും ചെയ്യുന്നതാക്കരുത് നിങ്ങൾ മയ്യത്ത് നമസ്കാരം. ഫഅഖ്ലിസൂ, നിങ്ങൾ ഇഖ്ലാസ് കാണിക്കണം, നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം നിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ. പ്രവാചകൻ പറയാം, അപ്പൊ ഇഖ്ലാസ് കാണിക്കണമെങ്കിൽ മയ്യത്ത് നമസ്കാരം എങ്ങനെയാണ്, എന്താണ് എന്ന് അറിയണം, എത്ര റക്അത്താണ് എന്ന് അറിയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം, ചില ആളുകൾ അങ്ങനെ എത്ര റക്അത്താണ് എന്ന്. ഒരാളൊരു സുഹൃത്ത് പറയാ, ഇത് മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങനെ ഉണ്ടായ സംഭവമാണ്. അല്ലാഹു അക്ബർ രണ്ടാമത്തെ തക്ബീർ കെട്ടിയ സമയത്ത് റുക്കൂയിലേക്ക് പോയി എന്നാണ്, അല്ലേ, റുക്കൂയിലേക്ക് പോകാണ്. അങ്ങനെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സദസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റിച്ച് ചോദിച്ചാൽ മയ്യത്ത് നമസ്കാരം എത്ര റക്അത്താണ്, 3 ആണോ 5 ആണോ 7 ആണോ 4 ആണോ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് പറയും, അല്ലെങ്കിൽ 3 എന്ന് പറയും. പെട്ടെന്ന് ആ കോൺഷ്യസ് ബോധം വരുന്നില്ല, കാരണം നമ്മളത് ഓർത്ത് നടക്കണില്ല അതുകൊണ്ടാ ചിലപ്പോഴും അതല്ലെങ്കിൽ അനിവാര്യ സന്ദർഭങ്ങളിലും ഇടക്കിടക്കൊക്കെ മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ചും അതിന്റെ ശുറൂത്തുകളെ സംബന്ധിച്ചും അതിലെ തെക്ബീറുകളും ആ തെക്ബീറുകൾക്കിടക്ക് ചൊല്ലുന്നതിനെ കുറിച്ചും അറിയണം. അല്ലാതെ മയ്യത്ത് നിസ്കാരം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരം 4 തെക്ബീറുകളാണ് എങ്കിൽ മയ്യത്ത് നമസ്കാരത്തിൽ റക്അത്തില്ല, റുകൂഇല്ല, ഇഅ്തിദാലില്ല, സുജൂദില്ല, ഇടയിലെ ഇരുത്തമില്ല, തശഹുദില്ല, 4 തെക്ബീറുകളാണുള്ളത് എങ്കിൽ ആ 4 തെക്ബീറുകളിൽ നിർവഹിക്കേണ്ടത് എന്താണ്? ആദ്യത്തെ തെക്ബീറിൽ എന്താണ്? രണ്ടാമത്തെ തക്ബീറിൽ എന്താണ്? മൂന്നാമത്തേത്, നാലാമത്തേത് എങ്ങനെയാ ഒരുക്കം നടത്തേണ്ടത്? അങ്ങനെ ചെന്ന് കൈകെട്ടിയാൽ മതിയോ? അതല്ല നാവുകൊണ്ട് നാവനക്കവും ചുണ്ടനക്കവും ഉള്ള രൂപത്തിൽ നിയ്യത്ത് ചൊല്ലി പറയണോ? അതല്ല ഇന്ന ആൾക്ക് വേണ്ടിയിട്ട്, പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി, മകന് വേണ്ടി, മകള് വേണ്ടി, മകൾക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഉടപ്പിറപ്പുകൾ, ഉറ്റവര്, അല്ലാഹുവേ യാത്രയായി ഞാനിതാ അവർക്ക് അന്ത്യയാത്ര, അവരുടെ ആത്മസംസ്കരണം ലഭിക്കുന്ന വിധത്തിൽ മയ്യത്ത് നമസ്കാരത്തിലൂടെ ആഗ്രഹിക്കുകയാണ്. ആ ഒരു വിചാരം ഉണ്ടായാൽ മതി. അന്നിയ്യത്തു മാ വന്ന ഫിൻ നഫ്സ്, മനസ്സിൽ ചിന്തിക്കുന്നത്, മനസ്സിൽ കരുതുന്നത്, അതിനാണ് നിയ്യത്ത് എന്ന് പറയാ. ഇത് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വിചാരം, ആ ഒരു വികാരം, ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, ആ ചിന്ത. എന്നിട്ട് നമ്മൾ കൈകെട്ടുകയാണ്. അപ്പൊ 4 തവണയാണ് തക്ബീറത്തുൽ ഇഹ്റാം. 4 തക്ബീറുകളാണ്. അപ്പൊ അതിൽ ആദ്യത്തെ തക്ബീർ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിർവഹിക്കേണ്ടത് എന്താണ്? അതേപോലെ തന്നെ തുടർ തക്ബീറുകളിൽ ഈ ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിയ, രണ്ടാമത്തെ തക്ബീറിൽ പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത്, പിന്നെയുള്ള 2 തക്ബീറുകളിൽ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. സഹിയായ ഹദീസുകളിൽ വിവിധ റിപ്പോർട്ടുകളായി വിവിധ രൂപത്തിൽ ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിയ ഓതുന്ന സമയത്ത് അർത്ഥബോധത്തോടുകൂടി ഓതണം. അതാണ് ഇഖ്ലാസോടുകൂടി ഓതുക എന്ന് പറഞ്ഞാൽ. അത് ഇഖ്ലാസോടുകൂടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക, പ്രാർത്ഥന നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം നമ്മൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. രണ്ടാമത്തെ തക്ബീർ കിട്ടിക്കഴിഞ്ഞാൽ സ്വലാത്താണ്. മൂന്നാമത്തേതിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് പൂർണ്ണമായി അറിയുകയില്ല എങ്കിൽ മൗനം ദീക്ഷിച്ച് നിൽക്കലല്ല, മിനിമം അതിന്റെ ആദ്യ പദങ്ങളെങ്കിലും മനസ്സിരുത്തിയിട്ടായിരിക്കണം പോകേണ്ടത്. അതല്ലാതെ ഓടിച്ചെന്ന് ആൾക്കൂട്ടങ്ങൾക്കിടക്കാണ് നിന്ന് കഴിഞ്ഞാൽ കൂടെ ഓടുന്നത് കൊണ്ട്, കൂടെ നിർവഹിക്കുന്നത് കൊണ്ട് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും ആരും അറിയാനില്ല, പ്രസൻസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർവഹിക്കപ്പെടേണ്ട ഒന്നല്ല മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ മൂന്നാമത്തെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എങ്കിൽ മയ്യത്ത് നമസ്കാരത്തിൽ നിർവഹിക്കുന്ന മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ആവർത്തിച്ച് ഉരുവിടുക. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയെങ്കിലും നമ്മൾ അത് അർത്ഥബോധത്തോടെ പുറത്തു കൊടുക്കുക, റബ്ബേ കാരുണ്യം ചെയ്തു കൊടുക്കുക എന്ന്. അങ്ങനെ പോരാ. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഹിദായത്ത് കിട്ടിയിട്ട് ഒരുപാട് കാലം, 10 വർഷം 20 വർഷം 30 വർഷം 40 വർഷമൊക്കെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടപ്പെട്ടവർക്ക് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ പ്രാർത്ഥന ഉച്ചരിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്നേഹമാണ്, എന്ത് ബന്ധമാണ്, എങ്ങനെയാ അവരെ നമ്മൾ യാത്രയാക്കുന്നത്? ആത്മവിമർശനത്തോട് ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പഠിപ്പിച്ചു വിവിധ രൂപത്തിൽ. അൻ ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ ഖാല സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസ, ഒരു ജനാസയുടെ അടുത്ത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ സഹാബി പറയാ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം, വർഹംഹു, അദ്ദേഹത്തോട് നീ കാരുണ്യം കാണിക്കണം, വഅഫു അൻഹു, മാപ്പ് നൽകണം, വആഫിഹി, സൗഖ്യം നൽകണേ, വഅക്രിം നുസുലഹു, അദ്ദേഹത്തിന്റെ വിരുന്ന് നീ മാന്യമാക്കി തീർക്കണം, വവസ്സിഅ മുദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം
നീ സൗകര്യപ്പെടുത്തി കൊടുക്കണം, വിശാലമാക്കണം. ഖബർ ബർസഖിയ ജീവിതം വിശാലമാക്കി കൊടുക്കണം. വഅസിൽഹു, അദ്ദേഹത്തെ നീ കഴുകണം, വൃത്തിയാക്കണം, വിശുദ്ധമാക്കണം. ബിമാഇൻ, വെള്ളം കൊണ്ട്, വസൽജിൻ, മഞ്ഞുകൊണ്ട്, വബറദിൻ, ഹിമഗണം കൊണ്ട്, വനഖി, അദ്ദേഹത്തെ നീ ശുദ്ധീകരിക്കണം, മിനൽ ഖതായ, പാപങ്ങളിൽ നിന്ന്, കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്, വെള്ള വസ്ത്രം അതിൽ അള്ളിപ്പിടിച്ച അഴുക്ക് എങ്ങനെയാണോ ശുദ്ധീകരിക്കുന്നത് എങ്കിൽ അതിലുപരി അല്ലാഹുവേ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധീകരിക്കണമേ. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന്റെ വീടിനേക്കാൾ ഉത്തമമായ വീട് നീ നൽകണം. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കാൾ ഉത്തമമായ കുടുംബത്തെ നീ നൽകണം. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിന്റെ ഇണയേക്കാൾ ഉത്തമമായ ഇണയെ നീ നൽകണം. വഖിഹി, അല്ലാഹുവേ അദ്ദേഹത്തെ ഈ മയ്യത്തിനെ നീ കാത്ത് രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ഫിത്നത്തൽ ഖബരി, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, വഅദാബിൻ നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും. അർത്ഥവത്തായി പ്രാർത്ഥന അങ്ങനെ കേട്ടപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഔഫ് ബിൻ മാലിക് അൽ അസ്ജഈ പറയാൻ, ഫതമന്നൈതു, ഞാൻ കൊതിച്ചുപോയി, ആഗ്രഹിച്ചുപോയി, അല്ലൗ കുൻതു അനൽ മയ്യിത്ത് ലിദുആഇ റസൂലില്ലാഹി അലാ ദാലിക്കൽ മയ്യിത്ത്, ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ കൊതിച്ച് അഭിലഷിച്ച് ആഗ്രഹിച്ചു പോയി എന്ന് അശ്അജ് സഹാബി റിപ്പോർട്ട് ചെയ്യാൻ. കാരണം പ്രവാചകന്റെ ആത്മാർത്ഥതയുള്ള അർത്ഥം മുറ്റി നിൽക്കുന്ന ആ പ്രാർത്ഥന കേട്ട് വരാനിരിക്കുന്ന ബർസഖിലെ അനുഭൂതി ആഗ്രഹിച്ചുകൊണ്ട് പങ്കുവെച്ചു എന്നാണ്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ അഗ്ഫിർ ലിഹയ്യിന, മറ്റൊരു പ്രാർത്ഥനയിൽ അല്ലാഹുവേ യഗ്ഫിർ, നീ പുറത്തു തരണം, ലിഹയ്യിന, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക്, വമയ്യിത്തിന, ഞങ്ങളിൽ മരണപ്പെട്ടവർക്ക്, വസഗീരിന, ഞങ്ങളിൽ ചെറിയവർക്ക്, വകബീരിന, ഞങ്ങളിലെ വലിയവർക്ക്, വദകരിന, ഞങ്ങളിൽ ആണുങ്ങൾക്ക്, വഉൻസാന, ഞങ്ങളിൽ സ്ത്രീകൾക്ക്, വശാഹിദിന, ഇവിടെ സന്നിഹിതരായവർക്ക്, വഗായിബിന, ഇവിടെ ഇല്ലാത്തവർക്ക്, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികൾ തമ്മിലുള്ള ആ ബന്ധവിശുദ്ധി, ആ സാഹോദര്യം, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും ആ മയ്യത്തിന് ഉൾപ്പെടെ അവിടെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അഹ്യൈതഹു മിന്നാ ഫഅഹി അലൽ ഇസ്ലാം, പടച്ചറബ്ബേ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ ഇസ്ലാമികമായിട്ടുള്ള ജീവിതമാക്കി തീർക്കണമേ. വമൻ തവഫൈതഹു മിന്നാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട വിശ്വാസികൾക്ക് ഫതവഫഹു അലൽ ഈമാൻ, ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റ, ഞങ്ങൾ ഈ നിർവഹിക്കുന്ന കർമ്മത്തിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുതേ നാഥ, നൽകണേ. വലാ തുളില്ലിനാ ബഅദ, ഈ മരണപ്പെട്ട വ്യക്തി വേണ്ടപ്പെട്ട ആള്, അല്ലാഹുവേ ഈ മരണപ്പെട്ട വ്യക്തിക്ക് ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കരുതേ എന്ന് പറയാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പിരിയും, പക്ഷെ നമുക്ക് മാർഗപ്രവേശനം സംഭവിക്കാൻ പാടില്ല. അബുദാബിയിൽ ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെട്ട മക്കൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിച്ചവരും മാതാപിതാക്കൾക്കുമൊക്കെ ഈ പ്രാർത്ഥന, കാരണം ഇത് പൊതുവിലുള്ള പ്രാർത്ഥനയാണ്, കുട്ടികൾക്ക് വേണ്ടി നിർവഹിക്കാം, അതെല്ലാം മുതിർന്നവർക്ക് വേണ്ടിയിട്ടും, മയ്യത്ത് മുതിർന്നവരായാലും കുട്ടിയായാലും നിർവഹിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണിത്. അപ്പൊ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് പറയാൻ, ഈ മരിച്ചു പിരിഞ്ഞവർക്ക് ശേഷം അള്ളാഹുവയെ നിരാശപ്പെട്ട് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് ദീനിന്ന് അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുമ്പോൾ ആ വിളിക്കുന്നതിനെ ശക്തി പകരാൻ പാകത്തിൽ കർമ്മങ്ങൾ നിർവഹിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന ഹിദായത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ, നിലനിർത്തി തരണമേ എന്നാണ് അതിന്റെ അവസാന ഭാഗത്തുള്ള പൊരുള്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പ്രാർത്ഥനകൾ മൂന്നാമത്തെ തക്ബീറിലും നാലാമത്തെ തക്ബീറിലും നിർവഹിക്കാവുന്നതാണ്. നാലാമത്തെ തക്ബീറിൽ ഇത്തരം പ്രാർത്ഥനകളുടെ അവസാന ഭാഗത്തുള്ളതും നിർവഹിക്കാറുണ്ട്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റ, പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുത്. വലാ തഫ്തിന്ന ബഅദ, നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയിൽ ആശയത്തോട് യോജിച്ചു നിൽക്കുന്നത്, വലാ തഫ്തിന്ന, ഞങ്ങൾ നീ കുഴപ്പത്തിലാക്കരുത്, ബഅദ, ഈ മയ്യത്തിന്റെ വേർപാടിന് ശേഷം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 4 തക്ബീറുകൾ കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടലാണ്. സലാം വീട്ടുന്ന സമയത്ത് 1 മതി എന്ന അഭിപ്രായമുണ്ട്, പക്ഷേ പ്രബലമായ അഭിപ്രായം 2 തവണ സലാം വീട്ടുക. ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അനുസരിച്ച് അലൽ ജനാസതി മിസ്ല തസ്ലീമി ഫി സ്വലാ, നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് പോലെ നിങ്ങൾ മയ്യത്ത് നമസ്കാരത്തിലും ജനാസയുടെ നമസ്കാരത്തിന് ശേഷവും സലാം വീട്ടുക. അപ്പൊ സാധാരണ നമസ്കാരങ്ങളിൽ 2 തവണയാണ് സലാം വീട്ടുന്നത്, അതേപോലെ തന്നെ 2 തവണ സലാം വീട്ടാവുന്നതാണ്. പിന്നെ സലാം വീട്ടുമ്പോൾ വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലാറുണ്ട്, പക്ഷെ വബറകാതുഹു എന്നതിന്റെ ആവശ്യമില്ല. 2-ാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അവസാനത്തെ സലാം വീട്ടലിൽ വബറകാതുഹു എന്നത് ചേർക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രസിദ്ധമായി വന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
അതിൽ തന്നെ പരിമിതപ്പെടുത്തേണ്ടതാണ് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ, സഹീഹ് മുസ്ലിമിന്റെ രചയിതാവ്, മഹാപണ്ഡിതൻ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച വിധത്തിൽ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളെ നിർവഹിക്കുവാനുള്ള ഉത്ബുദ്ധതയും അറിവും പ്രാമാണിക ബോധവും അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരും ഖുതുബയിൽ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ചില മസ്അലകൾ, കുട്ടികളുടെ മയ്യത്ത് നമസ്കാരം, അതേപോലെ തന്നെ ഒന്നിലധികമുള്ള മയ്യത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമസ്കരിക്കണം, ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നമസ്കാരം, ഖബറിനടുത്ത് നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുന്ന മസ്അലകൾ, അതേപോലെ തന്നെ അദൃശ്യമായ ഗായിബായിട്ടുള്ള മയ്യത്ത് നമസ്കാരം, അവയവങ്ങൾക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ, അതേപോലെ തന്നെ തുടർന്ന് ഖബറടക്കം ഇൻഷാ അല്ലാഹ് 1-2 ഖുതുബയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രാമാണികമായി കൊണ്ട് ദീന് പ്രയോഗവൽക്കരിക്കുവാനുമുള്ള ഉത്ബുദ്ധതയും തഖ്വയും അവൻ നമുക്ക് മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രത്യേക സമയ സന്ദർഭ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുകയും അറിയുകയും നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കാരുണ്യകാതലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടക്ക് വിശ്വാസി സമൂഹത്തിലേക്ക്, നമ്മിലേക്ക് ഷഅബാൻ മാസം വന്നണഞ്ഞിരിക്കുകയാണ്. പല ചർച്ചകൾക്കിടക്ക് നമ്മൾ ആ വിഷയത്തിലും അശ്രദ്ധമായി തീരാൻ പാടില്ല. ചിലപ്പോൾ ഓർമ്മയുണ്ടാവുകയില്ല. കാരണം അത്രമേൽ വിവാദങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലും സദാചാര മേഖലകളിൽ, ബസ്സിനകത്ത് പുറത്ത്, അല്ലേ, അങ്ങനെ പല മേഖലകളിലായിട്ട് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഉദാത്തമായ ഉന്നതമായ സംസ്കാരം കാഴ്ചവെക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ഓരോ കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, ആങ്ങള, പെങ്ങള്, ഇങ്ങനൊക്കെ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ റിസോഴ്സ് പേഴ്സണായി മാറേണ്ട നിങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഖൈറു ഉമ്മയാണ്. ഖുർആനിൻ്റെ സർട്ടിഫൈ ലഭിക്കപ്പെട്ടവർ. അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മാതൃകയിൽ മത്സരിക്കേണ്ടവരാണ്. പക്ഷേ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കുടുംബ സംവിധാനങ്ങൾ, മഹല്ല് സംവിധാനങ്ങൾ, ദഅ്വാ സംവിധാനങ്ങളൊക്കെ ഈ പുതിയ കാലത്ത് കൂടുതൽ ശ്രദ്ധ ഈ വക വിഷയങ്ങളിലൊക്കെ കാണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വർഗീയ ധ്രുവീകരണങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, പലരുടെയും മതേതരത്വത്തിൻ്റെ കപടമുഖങ്ങൾ അഴിഞ്ഞു വീണുന്ന രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും എന്തും ആകാം എന്നിടത്തേക്കൊക്കെ മലയാളി സമൂഹം പോലും ചിന്തിക്കാൻ എത്തി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയെ വെല്ലുന്ന വിധത്തിലുള്ള പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും നിരാശപ്പെടാതെ നമ്മൾ നമ്മുടെ ഇസ്ലാമിയത്ത് കാത്തു സൂക്ഷിച്ച് മുന്നേറണമെന്ന വലിയ സന്ദേശമാണ് വന്നണഞ്ഞ ഷഅബാൻ നമ്മോട് പറയുന്നത്. കാരണം ഷഅബാൻ വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഷഅബാനിന് ശേഷം വരാനുള്ള റമളാനിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നാണ്. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. സർവ്വലോക പരിപാലകനായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ. അപ്പോൾ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത ഹദീസ്, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ഷഅബാൻ. ഷഅബാനിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ച മറ്റൊരു മാസം ഉണ്ടായിരുന്നില്ല. ഐച്ഛിക നോമ്പ് പ്രവാചകൻ ഷഅബാനിൽ അധികരിപ്പിച്ചിരിക്കുന്നു. മുഴുവൻ നോറ്റിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. പക്ഷെ അതിന്റെ ശറഹിൽ കുല്ലഹു ഐ ഗാലിബഹു, 30 ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമവും ഭൂരിപക്ഷ ദിനങ്ങളും പ്രവാചകൻ നോമ്പിലായിരുന്നു എന്നാണ്. അവ സൽക്രമങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഈ മാസത്തിൽ എണ്ണപ്പെട്ട ദിനങ്ങളെങ്കിലും നമുക്ക് നോമ്പുണ്ടാകാൻ
നമ്മൾ പിന്നെ കരുതുക, നിയ്യത്താക്കുക. തിങ്കളോ വ്യാഴമോ ഏതെങ്കിലും ചില ദിനങ്ങളെങ്കിലും ഈ മാസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം. കാരണം അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഇനി പഠിപ്പിച്ച പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കാതെ പഠിപ്പിക്കാത്തതിന് ആവേശം കാണിക്കും. റജബ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇസ്രാ മിഅ്റാജിനോട് അനുബന്ധിച്ചില്ലാത്ത ആഘോഷവും ഇല്ലാത്ത നോമ്പും നോൽക്കുക. അതേപോലെ ഷഅബാൻ എത്തിയാൽ അതിന്റെ 15 എത്തുമ്പോൾ ബറാഅത്ത് രാവ്, ഷഅബാൻ 15 പ്രത്യേക ഭക്ഷണം, പ്രത്യേക നോമ്പ്, ബറാഅത്ത് നോമ്പില്ല. അങ്ങനെ നോമ്പ് നോറ്റ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തിൽ 20 നോമ്പ് നോൽക്കാം, 25 നോമ്പ് നോൽക്കാം, പൂർത്തീകരിക്കണ്ട, മാക്സിമം നോമ്പ് എത്രയും നോൽക്കാം. പക്ഷേ ഒരാൾ ഷഅബാൻ 15 ബറാഅത്ത് നോമ്പ് പ്രത്യേകം നിയ്യത്താക്കി നോറ്റു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് പാടില്ല. ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഉള്ളത് മനസ്സിലാക്കണം, ഇല്ലാത്തത് മാറ്റി നിർത്തണം. എന്തിനാണ് നമ്മുടെ ശരീരത്തിനെ പ്രയാസപ്പെടുത്തുന്നത്? ഭക്ഷണ അന്നപാനീയങ്ങൾ മാറ്റിവെക്കുന്നത്, മാറ്റിവെക്കാൻ പറഞ്ഞെടുത്ത് മാറ്റിവെച്ചുകൊണ്ട് റമദാനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തുക, ഇല്ലാത്തത് ചെയ്യേണ്ട. എന്താ ഷഅബാൻ 15 പോലീസ് പറയാൻ കാരണം? ഖുർആൻ അവതരിക്കപ്പെട്ടത് ഷഅബാൻ 15 ബറാഅത്തിലാണ്. നീ അത് ഖുർആനിനും ഹദീസിനും എതിരാണ്. പ്രത്യക്ഷമായി കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. അഗാധമായ പാണ്ഡിത്യത്തിന്റെ ആവശ്യമൊന്നും ആ വിഷയത്തിലില്ല. കാരണം ഖുർആൻ അവതരിക്കപ്പെട്ടത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാനിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഏത് രാവിലാണ് അവതരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാവിലാണ്. നിർണയത്തിന്റെ രാവ് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഹറൗ ലൈലത്തുൽ ഖദ്രി മിൻ ഷഹ്രി റമളാൻ ഫിൽ അശറിൽ അവാഖിർ, റമദാനിൽ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. അതുകൊണ്ടോ ഹദീസും ആയത്തുകളും നോക്കിക്കഴിഞ്ഞാൽ റമദാനിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. പിന്നെ ഷഅബാൻ 15 ഏതെങ്കിലും ദഈഫായ റിപ്പോർട്ടുകളോ ഏതെങ്കിലും നിർമ്മിക്കപ്പെട്ട മൗദൂആയ അഥറുകളോ ഹദീസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വല്ലതും കൊണ്ടുവന്നുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല, ഇല്ലാത്ത കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ ഷഅബാനിൽ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക, പാപമോചന തേട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അന്ത്യയാമങ്ങളിൽ അവസാന രാവുകളിലേക്ക് അള്ളാഹുവിലേക്ക് തഹജ്ജുദ് നമസ്കരിച്ച് ഇസ്തിഗ്ഫാർ നടത്തിയാൽ പാപമോചനം ലഭിക്കുമെന്ന് പ്രത്യേകം പരാമർശിക്കപ്പെട്ട മാസം കൂടിയാണിത്. അതേപോലെ തന്നെ നോമ്പും അധികരിപ്പിക്കുക. അതല്ലാതെ മറ്റൊന്നും നിർവഹിക്കാൻ ഈ മാസത്തിൽ പ്രത്യേകം പറയപ്പെട്ടതായിട്ട് പ്രമാണങ്ങളിൽ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് പ്രവാചക ചര്യ അനുസരിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മരിക്കുന്നത് വരെ പ്രാമാണികമായി ജീവിക്കുവാനുള്ള ഉത്ബുദ്ധത, തഖ്വ അള്ളാഹു നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും ഉദ്യമങ്ങളെയും നീ സഫലമാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ ന്യായമായ ലക്ഷ്യങ്ങൾ, ആവശ്യങ്ങളെ നീ നിവർത്തിച്ചു തരണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മാതാവ് മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരിലും കഴിഞ്ഞ ഖുതുബക്ക് ശേഷം ഈ ദിവസങ്ങൾക്കിടക്ക് മരണപ്പെട്ടവരുണ്ടാകാം. അവരെയൊക്കെ നിയ്യത്താക്കി ഓർത്ത് പ്രാർത്ഥിക്കുക. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ ഉമ്മക്കും അതേപോലെ തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ.